മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഡയാലിസിസ് തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് തർക്കമന്ദിരമായി പ്രഖ്യാപിക്കണമെന്ന ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതിയോടാണ് നടപടി. ആവശ്യം ഇപ്പോൾ അംഗീകരിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് രാം മനോഹർ പറഞ്ഞു. അഭിഭാഷകൻ മഹേന്ദ്ര പ്രതാപ് സിംഗാണ് ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. ഷാഹി ഈദ്ഗാഹ് പള്ളിയെ കോടതി രേഖകളിലും തുടർ നടപടികളിലും ഔദ്യോഗികമായി തർക്കസ്ഥലമായി മാറ്റണമെന്നായിരുന്നു ആവശ്യം. പാലക്കാട് 38-കാരിക്ക് നിപ്പ എന്ന സ്ഥിരീകരണം. ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചു. അതിനിടെ കോഴിക്കോട് മരിച്ച 18-കാരിക്ക് നിപ്പ എന്ന സംശയമുണ്ട്. മലപ്പുറം മങ്കട സ്വദേശിയാണ് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഇവരുടെ സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. 10 ദിവസം മുൻപാണ് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിനി പനി ബാധിച്ച് മണ്ണാർക്കാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. അസുഖം കൂടിയതോടെ ചൊവ്വാഴ്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചു. രോഗലക്ഷണങ്ങളുള്ളതിനാൽ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് സ്രവം പരിശോധനയ്ക്ക് അയച്ചു. ഇവിടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 38-കാരുടെ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലവും പോസിറ്റീവായി. നിപ്പ സ്ഥിരീകരിച്ച യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും ആരംഭിച്ചു. വീടിന് സമീപത്തെ മരത്തിൽ വവ്വാലിന്റെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ചതിനാൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11, കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ഹൈ റിസ്കിൽ പെടുന്ന 100ഓളം ആളുകൾ കോൺടാക്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത്തരം ആളുകളെ കൂടി ആ ക്വാറന്റൈനിൽ നിർത്തി ഈ രോഗം പടർന്നതിനുള്ള സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. യുവതിയുമായി സമ്പർക്കത്തിൽ വന്ന ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട 56 ആളുകളെ ക്വാറന്റൈനിൽ വിടും. ഇവർക്ക് രോഗലക്ഷണങ്ങളില്ല. യുവതി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ കർശനമായിട്ടുള്ള നിബന്ധനകൾ ഉണ്ടായിരിക്കും. കണ്ടെയ്ൻമെന്റ് സോണിൽ അകത്തും പുറത്തും കയറുന്നത് പാടില്ല. എസെൻഷ്യൽ സർവീസസ് മാത്രമാണ്. എല്ലാ മൂവ്മെന്റ്സും റെസ്ട്രിക്റ്റഡ് ആണ്. അതിനിടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 18-കാരിക്കും നിപ്പ രോഗലക്ഷണങ്ങളുണ്ട്. മലപ്പുറം മങ്കട സ്വദേശിയാണ് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് ഡോക്ടർമാരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചു. പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഫലം ഉടൻ ലഭിക്കും. മീഡിയ 1 പാലക്കാട്.